ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സ്പെല്ലിങ്സ് ആണ്. We'll practice many questions and we'll get familiarized with a lot of words and their spellings. So that's what we are going to do today. So let's begin. So നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എൻതുസിയാസ്റ്റിക് എന്ന് പറയുന്ന വേർഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എൻതുസിയാസ്റ്റിക് എന്നുള്ള വാക്കിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. So analyzing the four options, we come to understand that option C is the correct answer. Enthusiastic, ENTHUSIASTIC. So enthusiastic എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വരുന്നത് having or showing intense and eager enjoyment, interest or approval. ഓക്കെ, ഭയങ്കരമായിട്ടുള്ള സന്തോഷം, താല്പര്യം, ഇതൊക്കെ പ്രകടിപ്പിക്കുന്ന ആ ആക്ഷനെയാണ് എൻതൂസിയാസ്റ്റിക് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ എന്നുള്ള വാക്കാണ് കൊടുത്തിട്ടുള്ളത്. ഡിസ്ക്രിമിനേഷൻ ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, DISCRIMINATION. ആൻഡ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദ അൺജസ്റ്റ് ഓർ പ്രിജുഡീഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് പീപ്പിൾ എക്സ്പെഷ്യലി ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് റേസ്, ഏജ് ഓർ സെക്സ്. ഓക്കെ, അതാണ് ഡിസ്ക്രിമിനേഷൻ. അതായത് മാറ്റി നിർത്തപ്പെടുക, എന്തിൻ്റെയും പേരിൽ, ഒരാളുടെ ജെൻഡറിൻ്റെ പേരിലോ സെക്സിൻ്റെ പേരിലോ റേസിൻ്റെ പേരിലോ എന്തിൻ്റെ പേരിലോ ആയിക്കോട്ടെ അയാളെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം വരുന്നത്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇപ്പം ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബ്ലണ്ടർ എന്നുള്ള വാക്കാണ് കൊടുത്തിട്ടുള്ളത്. ബ്ലണ്ടറിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, BLUNDER. ബ്ലണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുപ്പിഡ് ഓർ കെയർലെസ് മിസ്റ്റേക്കിനെയാണ്, നമ്മൾ എന്തെങ്കിലും പൊട്ടത്തരമായിട്ട് ചെയ്യുന്ന, എന്തെങ്കിലും മടത്തരം പറ്റി ചെയ്യുന്ന ചെറിയ തെറ്റുകളെയാണ് ബ്ലണ്ടർ. ഇനി നമുക്ക് കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം. ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന വാക്കുകളൊക്കെ അതിന് കറക്റ്റ് സ്പെല്ലിംഗ് തന്നെയാണ് ഉള്ളത്. സോ ഫസ്റ്റ് വൺ ഈസ് ഇൻറ്ററഗേറ്റ്. INTERROGATE. ചോദ്യം ചെയ്യുക എന്നർത്ഥം വരുന്ന വാക്കാണ് ഇൻറ്ററഗേറ്റ്. ഇൻ്റർവ്യൂ, INTERVIEW. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാർ തമ്മിലുള്ള ഒരു ഫോർമൽ കോൺവെർസേഷനെയാണ് നമ്മൾ ഇൻ്റർവ്യൂ എന്ന് പറയുക. ഇറിഗേറ്റ്, IRRIGATE. അതായത് നമ്മൾ പാടത്തൊക്കെ വെള്ളം നനയ്ക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇറിഗേറ്റ് എന്ന് വിളിക്കുക. ഇൻറ്ററപ്റ്റ്, INTERRUPT. ഇൻറ്ററപ്റ്റ്, എന്തെങ്കിലും തടസ്സപ്പെടുത്തുക, എന്തോ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തടസ്സപ്പെടുത്തുക എന്നർത്ഥം വരുന്ന വാക്കാണ് ഇൻറ്ററപ്റ്റ്. ഇച്ചിങ്, ITCHING. ഇച്ചിങ്, ചൊറിച്ചിൽ എന്ന് പറയത്തില്ലേ, അതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ഇച്ചിങ്. സോ നൗ വി ഹാവ് ടു ഫൈൻഡ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫോർ ദ വേർഡ് ഇമ്മീഡിയറ്റ്ലി. ഇമ്മീഡിയറ്റ്ലീൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ. സോ ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് വൺസ്, ഇൻസ്റ്റൻ്റ്ലി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ നാല് തരത്തിലുള്ള വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്, 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ കറക്റ്റ്ലി സ്പെൽഡ് ആയിട്ടുള്ള വാക്ക് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ ഈസ് ആൻറ്റിക്വാരിയൻ, B ആൽപിനിസം, C കാൽമറ്റീവ് ആൻഡ് D കമ്പസ്റ്റബിൾ. ഓക്കെ, so the correctly spelled word is option C, calmative. So calmative ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കറക്റ്റ്ലി സ്പെൽഡ് ആയിട്ടുള്ള വേർഡ് കാൽമറ്റീവ് ആണ്. സോ യൂഷ്വലി ഒരു ഡ്രഗിനെ വിശേഷിപ്പിക്കാനാണ് നമ്മൾ ഈ വാക്ക് ഉപയോഗിക്കുക. അതായത് ഒരു സെഡേറ്റീവ് ഇഫക്റ്റ് തരുന്ന അല്ലെങ്കിൽ അതുള്ള ഒരു ഡ്രഗിനെയാണ് നമ്മൾ കാൽമറ്റീവ് എന്ന് വിളിക്കുക. ഇനി നമുക്ക് അവിടെ ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന റോങ് ആയിട്ട് സ്പെൽ ചെയ്ത വാക്കുകളും കൂടി ഒന്ന് കറക്റ്റായിട്ട് നോക്കാം. ആൻറ്റിക്വാരിയൻ എന്ന് പറയുന്നതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ANTIQUARIAN. ഓക്കെ, ആൻറ്റിക്വാരിയൻ എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു ഓർ ഡീലിംഗ് ഇൻ ആൻറ്റീക്സ് ഓർ റെയർ ബുക്സ്. പഴയ ആൻറ്റീക്ക് സാധനങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ബുക്സുമായിട്ട് ഡീൽ ചെയ്യുന്ന, ആൻറ്റീക്കിനെ പറ്റി പഠിക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് ആൻറ്റിക്വാരിയൻ എന്ന് വിളിക്കും. അടുത്തത് ആൽപിനിസം എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൽപിനിസം എന്നാണ് കറക്റ്റ് ആയിട്ടുള്ള വാക്ക്. അതായത് ALPINISM എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള വാക്ക്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മൗണ്ടെയിൻ
ക്ലൈംബിങ് എന്നാണ്. കമ്പസ്റ്റബിൾ അല്ല, കമ്പസ്റ്റബിൾ ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് വരുന്നത്. COMBUSTIBLE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ദാറ്റ് ഇസ് ഏബിൾ ടു ക്യാച്ച് ഫയർ ആൻഡ് ബേൺ ഈസിലി. പെട്ടെന്ന് കത്തിപ്പോവാൻ ചാൻസ് ഉള്ള സാധനങ്ങളെ നമ്മൾ കമ്പസ്റ്റബിൾ തിങ്സ് എന്ന് പറയും. സോ നമുക്കിനി കുറച്ച് വാക്കുകളുടെ കറക്റ്റ് സ്പെല്ലിംഗ് ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഈസ് ഷോഫർ. ഓക്കെ, ഷോഫർ എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരിക. CHAUFFEUR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പേഴ്സണൽ വാഹനങ്ങൾ ഓടിക്കാൻ വേണ്ടി നമ്മൾ ഹയർ ചെയ്യുന്ന ഡ്രൈവേഴ്സിനെയാണ് നമ്മൾ ഷോഫർ എന്ന് വിളിക്കുക. കരിയർ, CAREER, അതായത് നമ്മുടെ ഭാവിയിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒക്കുപ്പേഷനെ നമ്മൾ കരിയർ എന്ന് വിളിക്കും. സീസ്, CEASE, സീസ്, കം ഓർ ബ്രിങ് ടു ആൻ എൻഡ് എന്നർത്ഥം വരുന്നൊരു വാക്കാണ് സീസ് എന്ന് പറയുന്നത്. സീലിംഗ്, CEILING, അതായത് നമ്മളുടെ അപ്പർ ഇൻറ്റീരിയർ സർഫസ് ഓഫ് ദ റൂം, നമ്മുടെ സീലിംഗ് നമ്മൾ പറയുമല്ലോ, അപ്പോൾ അതാണ് സീലിംഗ് എന്ന് പറയുന്നത്. സെല്ലുലോയിഡ്, CELLULOID, സെല്ലുലോയിഡ്. അപ്പോൾ പണ്ട് കാലത്ത് നമ്മളുടെ ഈ സിനിമക്കൊക്കെ ഉപയോഗിക്കുന്ന ഫിലിം, ആ ഫിലിമില്ലേ, ആ ഫിലിം ഉണ്ടാക്കുന്ന ആ ഒരു ടഫ് കൈൻഡ് ഓഫ് പ്ലാസ്റ്റിക്കിനെ വിളിക്കുന്ന പേരാണ് സെല്ലുലോയിഡ് എന്നുള്ളത്. പിന്നീടാണ് സിനിമയെയും നമ്മൾ സെല്ലുലോയിഡ് എന്ന് വിളിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇറസ്പോൺസിബിൾ എന്നുള്ള വാക്കിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഇറസ്പോൺസിബിൾ. IRRESPONSIBLE, ഇറസ്പോൺസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നും കാണിക്കാത്ത, നോട്ട് ഷോയിങ് എ പ്രോപ്പർ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ ഇറസ്പോൺസിബിൾ എന്ന് വിളിക്കുക. സോ അടുത്തത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ലെഫ്റ്റനൻ്റ് എന്നുള്ള വാക്കാണ്. ആൻഡ് അനലൈസിങ് ദ ഓപ്ഷൻ, ഇറ്റ്സ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. LIEUTENANT, ലെഫ്റ്റനൻ്റ്. സോ ലെഫ്റ്റനൻ്റ്, ഇറ്റ്സ് എ ഡെപ്യൂട്ടി ഓർ സബ്സ്റ്റിറ്റ്യൂട്ട് ആക്ടിങ് ഫോർ എ സുപ്പീരിയർ. സോ ഇവിടെ ഇപ്പോൾ 4 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 3 കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. തെറ്റായ സ്പെല്ലിങ്ങുള്ള വാക്ക് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അനലൈസിങ് ദ ഓപ്ഷൻസ്, ഇറ്റ്സ് ഓപ്ഷൻ സി, പെസിമിസ്റ്റിക് എന്നുള്ള വാക്കാണ് തെറ്റായിട്ട് എഴുതിയിരിക്കുന്നത്. പെസിമിസ്റ്റിക് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ ഒരു എസ് മാത്രമേ ഉള്ളൂ. കറക്റ്റ് സ്പെല്ലിംഗ് ഈസ് PESSIMISTIC. ഓക്കെ, പെസിമിസ്റ്റിക് എന്ന് പറയുന്നത് ടെൻഡിങ് ടു സീ ദ വേഴ്സ്റ്റ് ആസ്പെക്ട് ഓഫ് തിങ്സ് ഓർ ബിലീവ് ദാറ്റ് ദ വേഴ്സ്റ്റ് വിൽ ഹാപ്പൻ. എന്ത് വന്നു കഴിഞ്ഞാലും നല്ലത് നടക്കില്ല, മോശമായിരിക്കും നടക്കുന്നത് എന്ന് പറയുന്ന ഒരാളെ നമ്മൾ പെസിമിസ്റ്റിക് ആണ് എന്ന് വിളിക്കും. സോ ഇനി നമുക്ക് കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഈസ് അറ്റൻഡൻസ്. നമുക്ക് നല്ല പരിചയമുള്ള വാക്കാണ്. ATTENDANCE, അറ്റൻഡൻസ് എന്ന് പറയുന്നത് ബീങ് പ്രസൻറ്റ് എന്നുള്ള അർത്ഥമാണ്. അനീമിയ, ANAEMIA, അനീമിയ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. നമ്മുടെ ബ്ലഡിൽ യൂഷ്വലി നോർമലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും കുറവ് റെഡ് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ അനീമിയ എന്ന് വിളിക്കുന്നത്. അമീബ, അമീബ എന്ന് പറയുന്ന ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസം ആണ്. സ്പെല്ലിംഗ് ഈസ് AMOEBA, അമീബ. സുവനിയ, ഓക്കെ, സുവനിയ എന്നാണ് പറയുക. SOUVENIR, സുവനിയ. A thing that is kept as a reminder of a person, place or even. എന്തെങ്കിലും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു സാധനത്തിനെയാണ് സോവനിയർ എന്ന് നമ്മൾ വിളിക്കുക. സെറ്റിൽമെൻറ്റ്, SETTLEMENT. ഒന്നെങ്കിൽ നമ്മൾ സെറ്റിൽമെൻറ്റിൽ എത്തുക എന്ന് പറയില്ല, എന്തെങ്കിലും വഴക്കൊക്കെ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ചെയ്യുന്നതിനെ നമ്മൾ സെറ്റിൽമെൻറ്റ് എന്ന് വിളിക്കും. അതല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ഒരു സിവിലൈസേഷൻ പോലെ താമസിക്കുന്നതിനെയും നമ്മളൊരു സെറ്റിൽമെൻറ്റ് എന്നുള്ള അർത്ഥത്തിൽ വിളിക്കും. ഇനിയും നമുക്ക് 4 വാക്കുകൾ തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റായിട്ട് സ്പെല്ലിങ് കൊടുത്തിരിക്കുന്ന വാക്ക് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അച്ചീവ്, റിസീവ്, കൺസീവ്, റിട്രീവ് എന്ന 4 വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഓപ്ഷൻ ഡി ആണ് തെറ്റ് വരുന്നത്. അതായത് റിട്രീവിൻ്റെ സ്പെല്ലിംഗ് ആണ് തെറ്റ്. RETREIVE അല്ല, പകരം RETRIEVE ആണ്. സോ റിട്രീവ് എന്ന വാക്കാണ് തെറ്റായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് സ്പെല്ലിംഗ് നമ്മൾ പറഞ്ഞു. റിട്രീവ് എന്ന വാക്കിന് അർത്ഥം വരുന്നത് ബ്രിങ് സംതിങ് ബാക്ക് ഫ്രം സംവെയർ, അതായത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള അർത്ഥം വരുന്ന വാക്കാണ് റിട്രീവ് എന്നുള്ളത്. ഓപ്ഷൻസ് നോക്കിയാൽ നമുക്കറിയാം. ബ്ലാസ്ഫെമസ് എന്നുള്ള വാക്കിൻ്റെ കറക്റ്റായിട്ടുള്ള സ്പെല്ലിംഗ് ആണ് നമ്മളോട് ചോദിക്കുന്നത്. ബ്ലാസ്ഫെമസ്. ആൻഡ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഈസ് ഓപ്ഷൻ സി,
BLASPHEMOUS. ബ്ലാസ്ഫമസ് എന്നുള്ള വാക്കിന് അർത്ഥം വരുന്നത് സാക്രിലീജിയസ് അഗെയിൻസ്റ്റ് ഗോഡ് ഓർ സേക്രഡ് തിങ്സ്. പ്രൊഫെയിൻ, അതായത് ദൈവനിന്ദ എന്നൊക്കെ പറയത്തില്ലേ, ദൈവത്തിന് ചോദ്യം ചെയ്യുക, ദൈവത്തിന് എതിരായിട്ട് പറയുക, ഇതിനെയൊക്കെയാണ് നമ്മൾ ബ്ലാസ്ഫമി എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് വാക്കുകളൊന്ന് പരിചയപ്പെടാം. ബാരർ, BEARER, ബാരർ, അതായത് എ പേഴ്സൺ ഓർ തിങ് ദാറ്റ് ക്യാരീസ് ഓർ ഹോൾഡ് സംതിങ് എന്നുള്ള അർത്ഥം വരുന്ന വാക്കാണ്. എന്തെങ്കിലും ഹോൾഡ് ചെയ്യുന്ന, എന്തെങ്കിലും ക്യാരി ചെയ്യുന്ന ഒരാളെ അല്ലെങ്കിൽ വസ്തുവിനെ നമ്മൾ ബാരർ എന്ന് വിളിക്കും. ബഡ്ജറ്ററി, BUDGETARY, ബഡ്ജറ്ററി, ബഡ്ജറ്റ് നമുക്കറിയാവുന്നതാണ് അല്ലേ. ബാർബേറിയൻ, ബാർബേറിയൻ, BARBARIAN. ബിസിനസ്, BUSINESS, business. Questionnaire, QUESTIONNAIRE, questionnaire. സോ ഇനി ഇവിടെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് മെയിൻ്റനൻസിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, MEINTENANCE, മെയിൻ്റനൻസ്. മെയിൻ്റനൻസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ആക്ട് ഓഫ് കീപ്പിംഗ് പ്രോപ്പർട്ടി ഓർ എക്യുപ്മെൻറ്റ് ഇൻ ഗുഡ് കണ്ടീഷൻ ബൈ മേക്കിംഗ് റിപ്പയർസ്, കറക്റ്റിംഗ് പ്രോബ്ലംസ് എക്സെട്ര. നമ്മൾ പരിപാലിക്കുക എന്ന് പറയത്തില്ലേ, അതാണ് മെയിൻ്റനൻസ്. സോ ഇനിയിപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ന്യൂമോണിയ എന്നുള്ള വാക്കിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. ആൻഡ് അനലൈസിങ് ദ ഓപ്ഷൻസ്, ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് വൺ. ന്യൂമോണിയ, PNEUMONIA. സോ ന്യൂമോണിയ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ആൻ ഇൻഫെക്ഷൻ ദാറ്റ് ഇൻഫ്ലെയിംസ് ദ എയർ സാക്സ് ഇൻ വൺ ഓർ ബോത്ത് ലങ്സ്. നമ്മുടെ ലങ്സിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു ഇൻഫെക്ഷനാണ് എന്ത്, ന്യൂമോണിയ എന്ന് പറയുന്നത്. ഇനി നമ്മളോട് ചോദിക്കുന്നത് ഡെഫിഷ്യൻസി എന്നുള്ള വാക്കിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. സോ ഗോ ത്രൂ ദ ഓപ്ഷൻസ് ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, deficiency, DEFICIENCY. And the meaning of the word deficiency is a lack or a shortage. എന്തെങ്കിലും കുറവാണ്, എന്തിൻ്റെയെങ്കിലും കുറവിനെയാണ് നമ്മൾ ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് പറയുക. സോ നമുക്ക് 4 വാക്കുകൾ തന്നിട്ടുണ്ട്. ഇതിലെ കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വാക്ക് ഏതാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ടോക്സിസിറ്റി, B traducer, C rubicund, D impending. ഇതിൽ ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വാക്ക് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ ബി, ട്രഡ്യൂസർ ആണ് കറക്റ്റായിട്ട് സ്പെൽ ചെയ്ത വാക്ക്. ട്രഡ്യൂസർ എന്ന് പറയുന്നത് ഇറ്റ്സ് സം വൺ ഹു അറ്റാക്സ് ദ റെപ്യൂട്ടേഷൻ ഓഫ് അനദർ ബൈ സ്ലാൻഡർ ഓർ ലിബർ. അതായത് മറ്റൊരാളെ അയാളെ പേര് കളയാൻ വേണ്ടിയിട്ട്, അയാളെ തരം താഴ്ത്താൻ വേണ്ടിയിട്ട് നമ്മൾ അയാൾക്കെതിരെ പറയുന്ന, കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരാളെയാണ് നമ്മൾ ട്രഡ്യൂസർ എന്ന് വിളിക്കുന്നത്. ടോക്സിസിറ്റി എന്ന വാക്കിൻ്റെ തെറ്റായിട്ടുള്ള സ്പെല്ലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. എസ് അല്ല, സി ആണ് കറക്റ്റ് സ്പെല്ലിങ്ങിൽ വരിക. അതായത് TOXICITY ആണ് ടോക്സിസിറ്റിയുടെ കറക്റ്റ് സ്പെല്ലിംഗ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ ക്വാളിറ്റി ഓഫ് ബീങ് ടോക്സിക് അല്ലെങ്കിൽ പോയ്സണസ്, അതിനെയാണ് നമ്മൾ ടോക്സിസിറ്റി എന്ന് പറയുക. റുബിക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് RUBICUND ആണ്. റുബിക്കൻഡ് എന്ന് പറയുന്നത് ഓഫ് എ റെഡിഷ് കളർ, റെഡി, റോസി, അതായത് റെഡ് കളറുള്ള എന്നുള്ള അർത്ഥം വരുന്ന ഒരു വാക്കാണ് റുബിക്കൻഡ് എന്ന്. ഇംപെൻഡിങ് അല്ല, ഇംപെൻഡിങ് ആണ് കറക്റ്റ് സ്പെല്ലിംഗ് വരുന്നത്. അതായത് IMPENDING ആണ് കറക്റ്റ് സ്പെല്ലിംഗ്. എന്ന് പറയുന്നത് എന്താണ്, അബൌട്ട് ടു ഹാപ്പൻ, ഫോർത്ത് കമ്മിങ്, നടക്കാൻ പോകുന്നത് എന്നുള്ള അർത്ഥം വരുന്ന വാക്കാണ് ഇംപെൻഡിങ്. ഗോസിപ്പ് എന്നുള്ള വാക്കിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഈസ് ഓപ്ഷൻ സി ആണ്. സോ ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് എ കാഷ്വൽ ഓർ അൺകൺസ്ട്രെയിൻഡ് കോൺവെർസേഷൻ ഓർ റിപ്പോർട്ട്സ് അബൌട്ട് അതർ പീപ്പിൾ, ടിപ്പിക്കലി ഇൻവോൾവിങ് ഡീറ്റെയിൽസ് വിച്ച് ആർ നോട്ട് കൺഫേംഡ് ആസ് ട്രൂ. സത്യമാണോ എന്നറിയില്ലെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന മറ്റാൾക്കാരെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളും, അങ്ങനത്തെ കോൺവെർസേഷനെയാണ് നമ്മൾ ഗോസിപ്പ് എന്ന് വിളിക്കുക. ഇനി നമുക്ക് കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഈസ് മിസ്റ്റിക്കൽ. മിസ്റ്റിക്കൽ, MYSTICAL, ഒരു സ്പിരിച്വൽ അല്ലെങ്കിൽ റിലീജിയസ്, സൂപ്പർ നാച്ചുറൽ എന്നുള്ള അർത്ഥമൊക്കെ വരുന്നൊരു വാക്കാണ് മിസ്റ്റിക്കൽ. മാനേജബിൾ, മാനേജബിൾ, MANAGEABLE, അതായത് അധികം
എന്താണ് ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള അർത്ഥം വരുന്ന വാക്കാണ് മാനേജബിൾ. മാസ്ക്യുലിൻ. ഓക്കെ, മാസ്ക്യുലിൻ. MASCULINE. അതായത് എന്തെങ്കിലും ക്വാളിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പിയറൻസിൽ ഉണ്ടാവുന്ന, അതായത് ആണുങ്ങളുടെ ആണ് എന്ന് നമ്മൾ പറയപ്പെടുന്ന തരത്തിലുള്ള ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ യു വിൽ ബി എ മാസ്കുലിൻ പേഴ്സൺ. ഓക്കെ. ടാരിഫ്. TARIFF. ടാരിഫ്. അതായത് നമ്മൾ ഇമ്പോർട്ട്സ് അല്ലെങ്കിൽ എക്സ്പോർട്സിനൊക്കെ കൊടുക്കേണ്ടി വരുന്ന ചില ടാക്സ് അല്ലെങ്കിൽ ഡ്യൂട്ടീനെയാണ് നമ്മൾ ടാരിഫ് എന്ന് വിളിക്കുക. ടുമോറോ. ടുമോറോ ശ്രദ്ധിക്കണം, 2 M അല്ല 2 R ആണുള്ളത്. TOMORROW. ടുമോറോ എന്നാലോചിക്കുക. ടുമോറോ. ട്രഷർ. TREASURE. ട്രഷർ. തിയേറ്റർ. THEATRE. അടുത്തത് ട്രാങ്കുലൈസർ എന്നുള്ള വാക്കിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് നമ്മൾ നോക്കേണ്ടത്. ആൻഡ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഈസ് ഓപ്ഷൻ സി. TRANQUILIZER. ആൻഡ് ട്രാങ്കുലൈസർ എന്ന് പറയുന്നത് ഡ്രഗ് ദാറ്റ് ട്രാങ്കുലൈസസ് അല്ലെങ്കിൽ സെഡേറ്റീവ് ആയിട്ടുള്ളൊരു ഡ്രഗിനെയാണ് നമ്മൾ ട്രാങ്കുലൈസർ എന്ന് വിളിക്കുക. അടുത്ത വാക്ക് നമുക്ക് നോക്കാം. സിക്കോഫാൻറ്റിക് എന്നുള്ള വാക്കിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഓപ്ഷൻസ് ഒക്കെ നോക്കിക്കഴിയുമ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് സ്പെല്ലിംഗ് വരുന്നത് കേട്ടോ. സിക്കോഫാൻറ്റിക് എന്ന് പറയുന്നത് SYCOPHANTIC എന്നാണ് കറക്റ്റ് സ്പെല്ലിംഗ്. സിക്കോഫാൻറ്റിക് എന്ന് പറയുന്നത് ഓഫ് എ പേഴ്സൺ ഓർ ഓഫ് എ ബിഹേവിയർ praising people in authority in a way that is not sincere, usually in order to get some advantage from them. സുഖിപ്പിച്ചിട്ട് എന്തെങ്കിലും കാര്യം നേടാൻ നമ്മൾ നോക്കില്ലേ, അങ്ങനെയുള്ള ഒരാളെയൊക്കെയാണ് നമ്മൾ സിക്കോഫാൻറ്റിക് എന്ന്. ഇനി നമുക്ക് കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം. സക്സസർ. ഫസ്റ്റ് വേർഡ് ഇസ് സക്സസർ. SUCCESSOR. സക്സസർ. പിൻഗാമി എന്ന് പറയുന്ന അർത്ഥം വരുന്ന വാക്കാണ് സക്സസർ. സസ്പിഷൻ. SUSPICION. സസ്പിഷൻ. സംശയം എന്നുള്ളൊരർത്ഥം വരുന്ന വാക്കാണ്. സുപ്പീരിയോറിറ്റി. SUPERIORITY. സുപ്പീരിയോറിറ്റി. അതായത് ഒരാൾ മറ്റൊരാളെക്കാളും ബെറ്റർ ആണ് എന്നുള്ള ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ സുപ്പീരിയോറിറ്റി, മറ്റേയാൾ ഈസ് സുപ്പീരിയർ ദാൻ ദ അതർ പേഴ്സൺ എന്ന് പറയുന്നത്. സൂപ്പർവൈസ്. SUPERVISC. സൂപ്പർവൈസ് എന്ന് പറയുന്നത് മേൽനോട്ടം വഹിക്കുക എന്നുള്ള അർത്ഥം വരുന്നതാണ്. സൂപ്പർസീഡ്. SUPERSEDE. സൂപ്പർസീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന് മറ്റൊന്ന് പകരമാവുക, റീപ്ലേസ് ചെയ്യുക, മറ്റൊന്നിൻ്റെ സ്ഥാനത്ത് മറ്റൊന്ന് വെക്കുക എന്നുള്ള അർത്ഥം വരുന്ന വാക്കാണ് സൂപ്പർസീഡ്. ഇനി ഇവിടെ ഇഗ്നറൻസിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഈസ് ഓപ്ഷൻ ഡി. IGNORANCE. ഇഗ്നറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാക്ക് ഓഫ് നോളജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്നുള്ള അവസ്ഥയാണ്. ഇനി നമുക്ക് കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഈസ് ഇൻക്യുബേറ്റ്. INCUBATE. ഇൻക്യുബേറ്റ്. അടയിരിക്കുക എന്നുള്ള വാക്ക് അർത്ഥം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു രോഗം വന്നു അതിൻ്റെ സിംറ്റം കാണിക്കുന്നത് വരെയുള്ള ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, അതിനെയും നമുക്ക് ഇൻക്യുബേറ്റ് പീരീഡ് എന്ന് നമ്മൾ വിളിക്കും. ഇനോക്കുലേറ്റ്. INOCULATE. ഇനോക്കുലേറ്റ്. അതായത് ഒരു രോഗത്തിനെതിരെ ഇമ്മ്യൂൺ ആവാൻ വേണ്ടി നമ്മളുടെ ബോഡീനെ തയ്യാറെടുപ്പിക്കുക, അതായത് വാക്സിനൊക്കെ കൊടുത്ത് ഒരു ഡിസീസിൽ നിന്ന് ഇമ്മ്യൂൺ ആക്കുക എന്നുള്ള ആ ഒരു വാക്കാണ് ഇനോക്കുലേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻഡിപെൻഡൻസ്. എല്ലാവർക്കും പരിചയമുള്ള വാക്കാണ്, സ്വാതന്ത്ര്യം എന്നുള്ള വാക്കാണ് ഇൻഡിപെൻഡൻസ്. INDEPENDENCE. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന കമമറേറ്റ് എന്നുള്ളൊരു വാക്കാണ്. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. COMMEMORATE. കമമറേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റിക്കോൾ ആൻഡ് ഷോ റെസ്പെക്ട് ഫോർ സംവൺ ഓർ സംതിങ്, എന്തിനെങ്കിലുള്ള ഒന്ന് അനുസ്മരിക്കുക എന്നുള്ള അർത്ഥം വരുന്ന വാക്കാണ് കമമറേറ്റ്. ഇനി നമുക്ക് കുറച്ച് വാക്കുകൾ പരിചയപ്പെട്ടാലോ. സെൻറ്റിനറി. 100th ആനിവേഴ്സറി, ശതാബ്ദി എന്നൊക്കെ പറയില്ലേ, അതാണ് സെൻറ്റിനറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെഞ്ചുറി. 100 വർഷം എന്നുള്ള ആ ഒരു പീരീഡിനെയാണ് നമ്മൾ സെഞ്ചുറി കൊണ്ട് ഉദ്ദേശിക്കുക. സെമിട്രി. ഓക്കെ, ബറിയൽ ഗ്രൗണ്ട്, നമുക്കറിയാം ശവക്കല്ലറയൊക്കെയുള്ള സ്ഥലമാണ് സെമിട്രി. കെമിസ്റ്റ്. കെമിസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മളുടെ മെഡിക്കൽ ഷോപ്പിനെ നമുക്ക് കെമിസ്റ്റ് അല്ലെങ്കിൽ അവിടെയുള്ള ആളെ നമുക്ക് കെമിസ്റ്റ് എന്ന് വിളിക്കാം.
അതേപോലെ തന്നെ കെമിസ്ട്രീനെ പറ്റി പഠിക്കുകയും അതിൽ റിസർച്ചൊക്കെ ചെയ്യുന്ന ആളെയും നമുക്ക് കെമിസ്റ്റ് എന്ന് വിളിക്കാം. അടുത്തത് അനോമലസ് എന്നുള്ള വാക്കിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഈസ് ഓപ്ഷൻ ബി, ANOMALOUS, അനോമലസ്. അനോമലസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡീവിയേറ്റിംഗ് ഫ്രം വാട്ട് ഈസ് സ്റ്റാൻഡേർഡ്, നോർമൽ ഓർ എക്സ്പെക്റ്റഡ്. നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന സാധാരണം എന്ന് നമ്മൾ കാണുന്ന അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആ സംഭവത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് മാറിയിട്ടുള്ളൊരു സംഭവത്തിനെയാണ് നമ്മൾ അനോമലസ് എന്ന് പറയുക. ഇവിടെ ഇപ്പോൾ 4 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്: സെറാമിക്, ബുൾവാർക്ക്, അഡ്ജേൺ, സ്റ്റുഡിയസ്. ഇതിൽ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? ഇതിൽ 3 എണ്ണം തെറ്റാണ്. അതിൽ കറക്റ്റ് സ്പെല്ലിംഗ് കൊടുത്തിരിക്കുന്ന വാക്ക് ഏതാണെന്നാണ് ചോദ്യം. ആൻഡ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഈസ് ഓപ്ഷൻ സി, അഡ്ജേൺ, ADJOURN. അഡ്ജേൺ മീൻസ് ബ്രേക്ക് ഓഫ് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് റെസ്യൂമിങ് ഇറ്റ് ലേറ്റർ. അതായത് ഇപ്പം നിർത്തി വെച്ചു, പിന്നീട് തുടരും എന്നുള്ളൊരു അർത്ഥം വരുന്ന വാക്കാണ് അഡ്ജേൺ. സെറാമിക് നമുക്കെല്ലാം പരിചയമുള്ള വാക്കായിരിക്കും. ആൻഡ് കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് CERAMIC ആണ്. ദേ ആർ ദ പോട്ട്സ് ആൻഡ് അതർ ആർട്ടിക്കിൾസ് മെയ്ഡ് ഫ്രം ക്ലേ ഹാർഡൻഡ് ബൈ ഹീറ്റ്. അതിനെയാണ് നമ്മൾ സെറാമിക് എന്ന് പറയുന്നത്. ബുൾവാർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എ ഡിഫെൻസീവ് വാൾ. സ്റ്റുഡിയസ് എന്നുള്ള വാക്കിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഈസ് STUDIOUS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെൻഡിങ് എ ലോട്ട് ഓഫ് ടൈം സ്റ്റഡിങ് ഓർ റീഡിങ്. അത് ചെയ്യുന്ന ഒരാളെ, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നമുക്ക് സ്റ്റുഡിയസ് പേഴ്സൺ എന്ന് വിളിക്കാം. ഇനി കുറച്ച് വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. ഡെസിഗ്നേഷൻ, DESIGNATION, ഡെസിഗ്നേഷൻ. ഡെമോലിഷ്, DEMOLISH. ഡിസ്ക്രിപ്ഷൻ, DESCRIPTION. ഡയറി, DAIRY. ഇത് ഡയറി ആണ്. ഡയറി ആയിട്ട് കൺഫ്യൂസ് ആവരുത്. എയും ഐയും അങ്ങോട്ട് പോയാൽ നമുക്ക് വേറൊരു വാക്ക് ഡയറിയാണ് കിട്ടുക. ഡയറി നമ്മൾ എഴുതുന്ന ഡയറി, അത് DIARY ആണ്. ഈ ഡയറി എന്ന് പറയുന്നത് നമ്മളുടെ മിൽക്ക് പ്രൊഡക്ട്സ്, അതാണ് ഡയറി. ഡാഫഡിൽ, DAFFODIL. ഡെയിൻറ്റി, DAINTY, ഡെയിൻറ്റി. ഡാമേജ്. സോ ഇവിടെ 4 വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിലെ കറക്റ്റ് സ്പെല്ലിങ്ങുള്ള വാക്ക് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, കാനജ്. ബി, ഹോലോഗ്രാം. ഓപ്ഷൻ സി, ഡെമോഗോഗി. ഓപ്ഷൻ ഡി, കമാൻഡ്. സോ ഇവിടെ ഓപ്ഷൻ സി, ഡെമോഗോജി ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ്ങുള്ള വാക്ക്. So the meaning of demagogy is it's a political activity or practices that seek support by appealing to the desires and prejudices of ordinary people rather than by using rational argument. നല്ല മോറൽ ആയിട്ടുള്ള, നല്ല റാഷണൽ ആയിട്ടുള്ള ആർഗ്യുമെൻ്റ് മുന്നോട്ട് വെച്ചിട്ട് ആൾക്കാരുടെ സപ്പോർട്ട് പിടിച്ചു പറ്റാണ്ട് അവരെ ഇമോഷണലി അവരെ മുതലെടുത്തിട്ട് അവരുടെ സപ്പോർട്ട് നേടിയെടുക്കുക എന്നുള്ളൊരു ആശയം കൊടുക്കുന്ന വാക്കാണ് ഡെമോഗോജി എന്ന് പറയുന്നത്. അടുത്തത് കാർണേജ് എന്നുള്ളൊരു വാക്ക് നമ്മൾ കണ്ടു അല്ലേ. അത് കെ അല്ല, സി ആണ് കറക്റ്റ് സ്പെല്ലിംഗ് വരുന്നത്. CARNAGE ആണ്. ആൻഡ് മീനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വയലൻറ്റ് കില്ലിംഗ് ഓഫ് ലാർജ് നമ്പേഴ്സ് ഓഫ് പീപ്പിൾ എസ്പെഷ്യലി ഇൻ വാർ. അപ്പോൾ അതിനെയാണ് നമ്മൾ കാർണേജ് എന്ന് വിളിക്കുക. അടുത്തത് ഹോളോഗ്രാം എന്നുള്ള വാക്കാണ്. ഹോളോഗ്രാമിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് HOLOGRAM ആണ്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ 3-dimensional ഇമേജ് ഫോംഡ് ബൈ ദ ഇൻ്റർഫെറൻസ് ഓഫ് ലൈറ്റ് ബീംസ് ഫ്രം എ ലേസർ ഓർ അതർ കൊഹറൻറ്റ് ലൈറ്റ് സോഴ്സ്. അടുത്ത വാക്ക് കമാൻഡ് ആയിരുന്നു. കമാൻഡിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് COMMAND ആണ്. എന്ന് പറയുന്നത് ഒരു അതോറിറ്റേറ്റീവ് ഓർഡറിനെയാണ് നമ്മൾ കമാൻഡ് എന്ന്. അടുത്തത് ചോദിച്ചിരിക്കുന്നത് റിക്ലമേഷൻ എന്നുള്ള വാക്കിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. ആൻഡ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഈസ് ഓപ്ഷൻ സി, RECLAMATION. The word reclamation means the process of claiming something back or of reasserting a right. എന്തെങ്കിലും തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും മുകളിൽ അധികാരം തിരിച്ചു ചോദിക്കുക എന്നുള്ള അർത്ഥം വരുന്ന വാക്കാണ് റിക്ലമേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഈസ് റിസീഡിങ്, RECEDING. നെക്സ്റ്റ് റെഫ്രിജറേറ്റർ, REFRIGERATOR, refrigerator. Rehearsal, REHEARSAL, rehearsal. Renaissance, RENAISSANCE, renaissance.
നെക്സ്റ്റ് നമ്മൾ കേട്ട് പരിചയമുള്ള വാക്കാണ് ഹെറാസ്മെൻറ്റ്. അതിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഈസ് ഓപ്ഷൻ സി, HARASSMENT. So harassment means the act of annoying or worrying somebody by putting pressure on them or saying or doing unpleasant things to them. ഇനി കുറച്ച് വാക്കുകൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പാരൽ, APPAREL. നമ്മൾ ഫോർമലായിട്ട് ഉപയോഗിക്കുന്ന ക്ലോത്ത്സിനെയാണ് അപ്പാരൽ എന്ന് വിളിക്കുക. അംബാസഡർ, AMBASSADOR, അംബാസഡർ. ആക്യുറേറ്റ്, ACCURATE, accurate. Amateur, AMATEUR, amateur. അടുത്ത ചോദ്യം പ്രൊപ്പഗാൻഡ എന്നുള്ള വാക്കിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രൊപ്പഗാൻഡ. ദ കറക്റ്റ് സ്പെല്ലിംഗ് ഈസ് ഓപ്ഷൻ എ, PROPAGANDA. പ്രൊപ്പഗാൻഡ എന്ന് വെച്ചാൽ പ്രചരണം എന്നാണ് അർത്ഥം. അതായത് ദി ഇൻഫർമേഷൻ എസ്പെഷ്യലി ഓഫ് എ ബയാസ്ഡ് ഓർ മിസ്ലീഡിംഗ് നേച്ചർ യൂസ് ടു പ്രൊമോട്ട് എ പൊളിറ്റിക്കൽ കോഴ്സ് ഓർ പോയിന്റ് ഓഫ് വ്യൂ. അടുത്ത ചോദ്യം സർവെയിലൻസ് എന്നുള്ള വാക്കിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, SURVEILLANCE. സർവെയിലൻസ് മീൻസ് വാച്ച്ഫുൾ അല്ലെങ്കിൽ വിജിലൻറ്റ് കൺട്രോൾ. നമ്മളെ സർവെയിലൻസ് ക്യാമറ ഉണ്ട് എന്നൊക്കെ പറയുന്നത് നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഇനി ഗ്രാമാറ്റിക്കൽ എന്നുള്ള വാക്കിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ഗ്രാമാറ്റിക്കൽ. GRAMMATICAL. ഗ്രാമാറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥമാണ്. ഗ്രാമർ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ഒരു ഭാഷയുടെ സെറ്റ് ഓഫ് റൂൾസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഗ്രാമർ എന്ന്. ഇനി കുറച്ച് വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. ബ്രേക്കേജ്, BREAKAGE, ബ്രേക്കേജ്. ബ്രെവിറ്റി, BREVITY, ബ്രെവിറ്റി. ബ്രെത്ത്ലെസ്, BREATHLESS, ബ്രില്യൻസ്. ഇനി കാറ്റലോഗിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ഇവിടെ നോക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഈസ് ഓപ്ഷൻ സി, CATALOGUE, കാറ്റലോഗ്. കാറ്റലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കംപ്ലീറ്റ് ലിസ്റ്റ് ഓഫ് ഐറ്റംസ്, ടിപ്പിക്കലി വൺ ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ ഓർ അതർ സിസ്റ്റമാറ്റിക് ഓർഡർ. ഒരു സിസ്റ്റമാറ്റിക് രീതിയിലുള്ള ഒരു ഓർഡറിലായിട്ടുള്ള ഒരു ലിസ്റ്റിനെയാണ് നമ്മൾ കാറ്റലോഗ് എന്ന് വിളിക്കുക. എംബാരസ്മെൻറ്റ് എന്നുള്ള വാക്കിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ഇവിടെ നോക്കാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അനലൈസിങ് ദ ഓപ്ഷൻസ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എംബാരസ്മെൻറ്റ്, ഇറ്റ്സ് എ ഫീലിംഗ് ഓഫ് സെൽഫ് കോൺഷ്യസ്നെസ്, ഷെയിം ഓർ ഓക്വേർഡ്നെസ്. സ്വന്തമായിട്ടൊരു ചമ്മൽ, അതിനൊക്കെയാണ് എംബാരസ്മെൻറ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, ഐ ടേൺ റെഡ് വിത്ത് എംബാരസ്മെൻറ്റ് എന്നുള്ള പറയുന്നത് എക്സാമ്പിളാണ്. ഇനി ഒരേ ഉച്ചാരണം വരുന്ന രണ്ട് വാക്കുകൾ നമുക്ക് നോക്കാം. അഡ്വൈസ് ആൻഡ് അഡ്വൈസ്. ഓക്കെ, ഹോമോഫോൺസ് ആണ് രണ്ടും, അതായത് ഒരേ ഉച്ചാരണമാണ് രണ്ടിനും വരുന്നത്, എന്നാൽ സ്പെല്ലിങ്ങിൽ വ്യത്യാസമുണ്ട്. ഒന്ന് ADVICE ആണ്, മറ്റൊന്ന് ADVISE ആണ്. ഇതെന്താണ് നമുക്ക് നോക്കാം. അഡ്വൈസ്, CE വരുന്ന അഡ്വൈസ് ഈസ് എ നൗൺ ദാറ്റ് റെഫേഴ്സ് ടു എൻ ഒപ്പീനിയൻ ഓർ സജഷൻ ദാറ്റ് ഇസ് ഗിവൻ. ഓക്കെ, അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ സജഷൻ, അതൊരു നൗണാണ്. ഓക്കെ, ആൻഡ് അഡ്വൈസ് എന്ന് പറയുന്നത് ഒരു വേർബാണ് ദാറ്റ് റെഫേഴ്സ് ടു ദ ആക്ട് ഓഫ് ഗിവിങ് എൻ ഒപ്പീനിയൻ ഓർ സജഷൻ. അപ്പം ഒരു ഉപദേശം എന്നുള്ള വാക്കാണ് അഡ്വൈസ്, ADVICE എങ്കിൽ ഉപദേശം കൊടുക്കുക എന്നുള്ള ക്രിയയാണ് ADVISE വരുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹി നീഡ്സ് അഡ്വൈസ് ഫ്രം ആൻ എക്സ്പേർട്ട്. ഇവിടെ വരുന്ന അഡ്വൈസ് ADVICE ആണ്. ഓക്കെ, അവന് എക്സ്പേർട്ടിൽ നിന്നൊരു ഉപദേശം വേണം. അവിടെ ഉപദേശം നൗൺ ആണ്. സോ സ്പെല്ലിംഗ് ADVICE ആണ്. ദ എക്സ്പേർട്ട് അഡ്വൈസ്ഡ് ഹിം. എക്സ്പേർട്ട് എന്ത് ചെയ്തു? അവനെ ഉപദേശിച്ചു. അപ്പോൾ വരുന്ന സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ADVISED ആണ്. അടുത്ത വാക്ക് നോക്കാം. ആഡ്. രണ്ടും ആഡാണ്. ഒന്ന് അഡ്വർടൈസ്മെൻറ്റിൻ്റെ അബ്രിവിയേഷൻ ആണ്. ഓക്കെ, അതിൻ്റെ ഷോർട്ടൻഡ് ഫോമാണ് AD എന്ന് പറയുന്ന ആഡ്. ഓക്കെ, മറ്റത് ആഡ് എന്ന് പറയുന്നത് നമ്മുടെ മാത്സിൽ നമ്മൾ കൂട്ടുക എന്നുള്ള അർത്ഥം വരുന്ന വാക്കാണ് ആഡ്. അടുത്ത വാക്കുകൾ നമുക്ക് നോക്കാം. അഡാപ്റ്റ് ആൻഡ് അഡോപ്റ്റ്. ഓക്കെ,
ADAPTയും ADOPTയും. Adapt is used either when a change is made to make something more suitable for a particular use or when adjusting to a new place. അപ്പോൾ അഡാപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒന്നുമായിട്ട് പൊരുത്തപ്പെട്ടു പോവുക എന്നുള്ള അർത്ഥമാണ് അഡാപ്റ്റ്. Adopt is used when something is taken over, chosen, accepted or approved by choice. ഒന്നിനെ സ്വീകരിക്കുക എന്നുള്ളൊരു അർത്ഥമൊക്കെ വരുന്നത്, സ്വീകരിക്കുക അങ്ങനത്തെ ഒരു അർത്ഥം വരുന്ന വാക്കാണ് അഡോപ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഷീ ഹാസ് അഡാപ്റ്റഡ് ഹെർസെൽഫ് ടു ഹെർ കോളേജ് ലൈഫ് ക്വൈറ്റ് ഈസിലി. അവളുടെ കോളേജ് ലൈഫുമായിട്ട് നന്നായിട്ട് പെട്ടെന്ന് തന്നെ പൊരുത്തപ്പെട്ടു പോയിട്ടുണ്ട്. അതാണ് അഡാപ്റ്റ്. ദേ ഡിസൈഡഡ് ടു അഡോപ്റ്റ് എ ചൈൽഡ്. ഒരു കുട്ടിയെ ദത്തെടുക്കാൻ അവർ തീരുമാനിച്ചു. സ്വീകരിക്കുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു, അപ്രൂവ് ചെയ്യുന്നു, ടേക്കിംഗ് ഓവർ എന്നുള്ള അർത്ഥമൊക്കെ വരുന്ന വാക്കാണ് അഡോപ്റ്റ് എന്ന്. അടുത്ത വാക്ക് നമുക്ക് നോക്കാം. ആക്സെപ്റ്റ് ആൻഡ് എക്സെപ്റ്റ്. ACCEPTയും EXCEPTയും. Accept meaning to willingly receive, allow or approve of something or someone. സ്വീകരിക്കുക എന്ന അർത്ഥമാണ് ആക്സെപ്റ്റിൽ വരുന്നത്. എക്സെപ്റ്റ് എന്ന് പറയുന്നത് എക്സ്ക്ലൂഡിങ് ഓർ അപ്പാർട്ട് ഫ്രം എന്നുള്ളതാണ്. എക്സെപ്റ്റ് എന്ന് പറയുന്നത് അതൊഴിച്ച് ബാക്കി എന്നുള്ള അർത്ഥം വരുന്ന വാക്കാണ് എക്സെപ്റ്റ്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹി ആക്സെപ്റ്റഡ് ദ ജോബ് വിച്ച് ദേ ഓഫേർഡ്. അവർ ഓഫർ ചെയ്ത ജോലി അവൻ ആക്സെപ്റ്റ് ചെയ്തു. അത് ACCEPT, ആക്സെപ്റ്റ്. The shops will be open daily except on Sundays. കടകൾ ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും തുറക്കും. അവിടെ ഞായറാഴ്ച ഒഴിച്ചു അല്ലേ. അപ്പോൾ അതാണ് എക്സെപ്റ്റ്, EXCEPT. അടുത്ത വാക്കുകൾ നമുക്ക് നോക്കാം. അഡ്വേഴ്സ് ആൻഡ് അവേഴ്സ്. Adverse is something harmful and averse is a strong feeling of dislike. Adverse എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടില്ല. ഇപ്പം നമുക്ക് പറയാം സ്മോക്കിംഗ് വിൽ ഹാവ് എൻ അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ യുവർ ലങ് അല്ലേ. ഹാംഫുൾ ഇഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നത്. അവേഴ്സ് എന്ന് പറയുന്നത് ഇസ് എ സ്ട്രോങ് ഫീലിംഗ് ഓഫ് ഡിസ്ലൈക്ക് ആണ്. ഇപ്പോൾ ഹി ഹാസ് എൻ അവേർഷൻ ടുവേർഡ്സ് ജങ്ക് ഫുഡ്സ്. ജങ്ക് ഫുഡിനോട് ഒരു വല്ലാത്തൊരു ഇഷ്ടമില്ലായ്മ ആണ് അവനുള്ളത് എന്ന് പറയാൻ നമുക്ക് അവേഴ്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അടുത്ത വാക്കുകൾ നമുക്ക് നോക്കാം. അഫെക്റ്റ് ആൻഡ് ഇഫെക്റ്റ്. AFFECT ആൻഡ് EFFECT. ഇത് അഫെക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് യൂഷ്വലി എ വേർബ് ആൻഡ് ഇറ്റ് മീൻസ് ടു ഇമ്പാക്റ്റ് ഓർ ചേഞ്ച്. എന്തിനെങ്കിലും ബാധിക്കുക എന്നുള്ള അർത്ഥമാണ് അഫെക്റ്റിനുള്ളത്. Effect on the other hand is usually a noun that you would use to indicate the result of a change. അപ്പോൾ എന്തെങ്കിലും ബാധിച്ചതിന് ശേഷം എന്താണ് ഉണ്ടാവുക, അതിൻ്റെ ഒരു റിസൾട്ടിനെയാണ്, അതിൻ്റെ ഫലത്തെയാണ് നമ്മൾ ഇഫക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. സ്മോക്കിംഗ് ടൊബാക്കോ ക്യാൻ അഡ്വേഴ്സ്ലി അഫക്റ്റ് യുവർ ലങ്സ് അല്ലേ. സ്മോക്കിംഗ് ടൊബാക്കോ ക്യാൻ അഡ്വേഴ്സ്ലി അഫക്റ്റ് യുവർ ലങ്സ്. Movies can have a huge effect on the public. Movies can have a huge effect on the public. ഇനി രണ്ട് ഹോമോഫോൺസിനെ നമുക്ക് നോക്കാം. aid, 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 AIDE, aid. Aid is either a noun which means assistance or a verb meaning help or assist. അപ്പോൾ AID എന്നുള്ള വാക്ക് നമുക്ക് ഒരു നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കാം. അതായത് അസിസ്റ്റൻസ് എന്നും അല്ലെങ്കിൽ ഒരു ഹെൽപ്പ്, അസിസ്റ്റ് എന്നുള്ള രീതിയിലും നമുക്ക് ആ വാക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹി ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ ടു എയ്ഡ് ദ ഡ്രൗണിങ് ചൈൽഡ്. അതായത് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ആ കുട്ടിക്കൊരു സഹായമാവാൻ വേണ്ടിയിട്ട് ഇവൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് AID ആണ്. അടുത്തത് എയ്ഡ്, AIDE ആണ്. ഇറ്റ്സ് എ നൗൺ വിച്ച് മീൻസ് അസിസ്റ്റൻറ്റ് ഓർ ഹെൽപ്പർ. ചെയ്യുന്ന ആളെയാണ് നമ്മൾ AIDE, എയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ സെക്രട്ടറി ആക്ട്സ് ആസ് ആൻ എയ്ഡ് ടു ദ പ്രിൻസിപ്പൽ. ഒരു പ്രിൻസിപ്പളിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹെൽപ്പറായിട്ട് ആരാണ് ഉണ്ടാകുന്നത്? സെക്രട്ടറിയാണ് ഉണ്ടാകുന്നത്. ഇനിയും രണ്ട് ഹോമോഫോൺസ് ആണ്. ഐൽ, ഐൽ, AISLE, ഐൽ ആൻഡ് ISLE, ഐൽ. An aisle is a passageway, like an aisle in a movie theatre. അപ്പോൾ മൂവി തിയേറ്ററിൻ്റെ നടുക്കൂടെ നമുക്ക് നടക്കാൻ സ്ഥലം ഉണ്ടാവും അല്ലേ, ഒരു പാസേജ് വേ ആണ്. അതിനെയാണ് നമ്മൾ ഐൽ എന്ന് വിളിക്കുക. ഇനി ISLE എന്നുള്ള ഐൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ്സ് ആൻ ഐലൻഡ് ഓർ ലാൻഡ് സറൗണ്ടഡ് ബൈ വാട്ടർ. ഓഫ് കോഴ്സ് ഒരു ഐലൻഡിനെയാണ് നമ്മൾ ഐൽ എന്നും വിളിക്കുക.
അടുത്ത 2 വാക്കുകളാണ് അസെൻറ്റ് ആൻഡ് അസെൻറ്റ്. സോ ആദ്യത്തെ വാക്ക് ASSENT എന്നുള്ള വാക്ക് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ വേർഡ് ദറ്റ് ഇൻഡിക്കേറ്റ്സ് എഗ്രിമെൻറ്റ് ഓർ അപ്രൂവൽ. എന്തിനോടെങ്കിലുള്ള എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ അപ്രൂവൽ കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് അസെൻറ്റ്, ASSENT. ഒരു എക്സാമ്പിൾ നോക്കാം. ഹി ഗേവ് ഹിസ് അസെൻറ്റ് ടു ദ പ്രപ്പോസ് സജഷൻ. സോ മുന്നോട്ട് വെച്ച സജഷന് അവൻ എന്ത് ചെയ്തു? അവൻ്റെ അപ്രൂവൽ കാണിച്ചു. സോ വി യൂസ് ദ വേർഡ് ASSENT. ഇനി മറ്റേ അസെൻറ്റ് നോക്കാം, ASCENT. ഇറ്റ് റെഫേഴ്സ് ടു ആൻ അപ്വേർഡ് മൂവ്മെൻറ്റ്. സോ അപ്വേർഡ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അസെൻറ്റ്. The climbers completed their ascent to the mountain. So ascent to the mountain. മൗണ്ടെയിൻ കയറിക്കൊണ്ടിരിക്കുന്നത് അവർ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള അർത്ഥമാണ് ഇവിടെ. അടുത്തത് 2 വാക്കുകളാണ് കോംപ്ലിമെൻറ്റ് ആൻഡ് കോംപ്ലിമെൻറ്റ്. COMPLEMENT എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സംതിങ് ദാറ്റ് കംപ്ലീറ്റ് സംതിങ് എൽസ് ഇൻ സം വേ. എന്തിനെങ്കിലും മറ്റൊരു സാധനം വെച്ച് ഒരു പൂർണ്ണത നമുക്ക് വരിക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇത് വെച്ചപ്പോഴാണ് നമുക്കൊരു കംപ്ലീറ്റ് ആയത് എന്ന് പറയുന്ന ആ വാക്കാണ് കോംപ്ലിമെൻറ്റ്. PLE ആണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ദ ഷർട്ട് കോംപ്ലിമെൻറ്റ്സ് ദ സ്യൂട്ട് നൈസ്ലി. ആ സ്യൂട്ടിന് ആ ഒരു ഷർട്ടും കൂടെ വന്നപ്പോഴാണ് ഒന്ന് മൊത്തത്തിലൊരു സെറ്റായത് എന്ന് പറയില്ലേ, അതാണ്. മൾട്ടി കോംപ്ലിമെൻ്റ് ആണ് നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അതായത് അഭിനന്ദനം ചെയ്യുക എന്നുള്ള അർത്ഥം വരുന്നതാണ്. അതായത് it's a courteous remark that expresses admiration. Okay, he complimented me on my dressing style. എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ കണ്ടിട്ട് അവൻ എന്നെ കോംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കോംപ്ലിമെൻ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുക, അതായത് COMPLIMENT ആണ് യൂസ് ചെയ്യുക. സോ അടുത്ത വാക്ക് നമുക്ക് നോക്കാം, കൗൺസിൽ ആൻഡ് കൗൺസൽ. ഓക്കെ, കൗൺസിൽ ഇസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കൺവീൻഡ് ഫോർ അഡ്വൈസ് ഓർ കൺസൾട്ടേഷൻ. എന്തെങ്കിലും നമുക്ക് ഈ ചർച്ച ചെയ്ത് നമ്മൾ അഭിപ്രായം കേട്ട് ഒരു തീരുമാനം എടുക്കുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ കൗൺസിൽ എന്ന് വിളിക്കുക. ദ കൗൺസിൽ മീറ്റിംഗ് ഇസ് ടുനൈറ്റ്. ഇനി മറ്റേ കൗൺസിൽ, അതെന്താണ് നമുക്ക് നോക്കാം. ഇറ്റ് മീൻസ് അഡ്വൈസ് ഓർ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, എന്തെങ്കിലും ഉപദേശം അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയിട്ടുള്ള ഇൻസ്ട്രക്ഷനൊക്കെ തരുന്നതിന് നമ്മൾ കൗൺസിൽ ചെയ്യുക. കൗൺസിലിംഗ് ഒക്കെ കേട്ടിട്ടില്ലേ, അത് തന്നെയാണ്. മൈ അഡ്വൈസേഴ്സ് കൗൺസിൽഡ് മീ ടു ഡു നത്തിങ്. എൻ്റെ അഡ്വൈസേഴ്സ് എന്ത് പറഞ്ഞു? നീ ദയവ് ചെയ്തൊന്നും ചെയ്യരുത് എന്ന് എന്നെ കൗൺസിൽ ചെയ്തു. സോ ഇറ്റ്സ് എ പീസ് ഓഫ് അഡ്വൈസ്, ഇറ്റ്സ് എ പീസ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ടുഡേയ്സ് സെഷൻ. നമുക്ക് ഒരുപാട് വാക്കുകൾ കാണാനും ഒരുപാട് വാക്കുകൾ പരിചയപ്പെടാനും പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രാക്ടീസ് ചെയ്യുക, വൊക്കാബുലറി നന്നാക്കാൻ വേണ്ടി ഒരുപാട് വായിക്കുക, വാക്കുകളായിട്ട് പരിചയപ്പെടുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് സെഷൻ. താങ്ക് യു.